പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. മുംബൈയിലാണ് ഈ കമ്പനി ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് 170 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെ നിലവിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ളതും ബാക്കിയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് വേക്കൻസികളായിട്ട് കാണുന്നത് 50 കണ്ടല്ലോ. അക്കൗണ്ട്സിലേക്ക് 50 വരുന്നുണ്ട്, ജേർണലിസ്റ്റ് ആയിട്ട് 120 വരുന്നുണ്ട്. ആകെ മൊത്തത്തിൽ 170 വേക്കൻസികളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഓൺലൈൻ രജിസ്ട്രേഷൻ വരുന്നത് 10-ാം തീയതി മുതൽ 29 സെപ്റ്റംബർ വരെയാണ്. ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് 13 ഒക്ടോബറിനാണ്. ഫേസ് 2 ഓൺലൈൻ എക്സാമിനേഷൻ 17 നവംബറിനാണ് നടത്തുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അക്കൗണ്ടന്റിന്റെ ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ കാര്യങ്ങളൊക്കെ വേണം, ഡിഗ്രി വേണം. അല്ലാന്നുണ്ടെങ്കിൽ MBA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ M.Com വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏജിന്റെ കാര്യം പറയുന്നുണ്ട്. ഏജ് എന്ന് പറയുന്നത് മിനിമം ഏജ് 21 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സുമാണ്. കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് അതിന്റെ ഏജിന്റെ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷത്തേക്കും, OBCക്ക് 3 വർഷത്തേക്കും, അതുപോലെ തന്നെ PWDക്ക് 10 വർഷത്തേക്കും, എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 5 വർഷത്തേക്കും എന്തുണ്ട്, വേക്കൻസികളുണ്ട്. ജനറലിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഡിഗ്രി ആണ് കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇതിനകത്ത് വേണ്ടത്. അതുപോലെ തന്നെ 60% മാർക്ക് ഉണ്ടായിരിക്കണം. സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണമെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മുകളിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ട്സും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന ന്യൂ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരും ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഏത് ജോലിയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിച്ചാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.